ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. ഇന്നൊരു പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പാലട പായസമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട അരിയുടെ അടയാണ്. ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ അടയാണെങ്കിൽ അതെടുക്കാം. ഇതൊന്ന് കുതിർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് അട ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇത് നല്ല പോലെ തന്നെ ഒന്ന് കുതിർന്ന് വരും. അതിതാ ഇതിവിടെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അല്പം നോർമലായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനെന്താ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പായസത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കുന്നത് ആ ഒരു സെയിം പാത്രത്തിൽ തന്നെ ഷുഗർ കാരമലൈസ് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മെൽറ്റായിട്ട് നല്ലൊരു കളറ് വരും. ആ ഒരു സമയം വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂടി പോവാതെ ശ്രദ്ധിക്കണം. കാരണം ഫ്ലെയിം കൂടിപ്പോയാൽ ഇത് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ നമ്മളെ പായസത്തിന് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോലെ ഫ്ലെയിം ശ്രദ്ധിക്കണം. അങ്ങനെ ഇതിവിടെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു നെയ്യും ഈ ഒരു ഷുഗറൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സായി കിട്ടണം. അങ്ങനെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് നോർമൽ വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഷുഗർ ഇതുപോലെ ഒന്ന് കട്ടിയായി വരും. അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഇതൊന്ന് മെൽറ്റായി വരും. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു ഷുഗറൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റായി കിട്ടും. ഇതിവിടെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിവിടെ ഒന്ന് മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഷുഗർ നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു പായസത്തിന് നല്ലൊരു കളറ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പായസം ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 1.5 ലിറ്റർ പാലിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഇതൊന്ന് തിളപ്പിച്ച് നമ്മൾ ചേർത്തിട്ടുള്ള 1/2 ലിറ്റർ വെള്ളം ഒന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കൈവിടാതെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. പാൽ അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഇതിവിടെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കണം. അപ്പോൾ അട ചേർത്ത് കൊടുത്തപ്പോൾ എനിക്ക് ഈ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ ഈ ഒരു പാത്രം മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു അട ഈ പാലിൽ കിടന്നിട്ട് നല്ല പോലെ തന്നെ കുക്ക് ചെയ്ത് കിട്ടണം. നല്ല പോലെ കുക്കായിട്ട് ഈ ഒരു പാലൊന്ന് വറ്റി നല്ല തിക്കായിട്ട് വരണം. അതുവരെയാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ കൈയെടുക്കാതെ നല്ല പോലെ തന്നെ ഇളക്കിയിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടിക്ക് പിടിക്കാതെ നല്ല പോലെ തന്നെ ശ്രദ്ധിക്കണം. അടിക്ക് പിടിച്ച പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. കൈയെടുക്കാതെ തന്നെ നല്ല പോലെ ഇതൊന്ന് ഇളക്കിയിട്ട് വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഞാനിപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മുഴുവനായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ
അട നല്ല പോലെ കുക്കായതിൻ്റെ ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാരണം അട കുക്കാവുന്നതിൻ്റെ മുന്നേ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അട കുക്കാവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. അങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഒരു മധുരത്തിൻ്റെ കുറവുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈ എടുക്കാതെ തന്നെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള 1.5 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളമൊക്കെ ഒന്ന് കുറുക്കി നല്ല തിക്കായിട്ട് വരണം. അതുവരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതാ അവിടെ നമ്മൾ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കേണ്ടത്. കാരണം ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ.